ഇന്ന് രാത്രി 12 മണി കഴിഞ്ഞപ്പം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ന് പുലർച്ചെ 12:10 അരിത്ര ഗോസ്വാമിയുടെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. പുള്ളി പറയുന്നത് മുഹമ്മദ് സനാൻ അദ്ദേഹത്തിന്റെ ക്ലബ്ബ് തീരുമാനമാക്കിയിട്ടുണ്ട്. അതായത് ജംഷഡ്പൂർ FC വിട്ട് പുതിയതായിട്ട് ഏത് ക്ലബ്ബിലേക്ക് ചേക്കേറണം എന്നുള്ള കാര്യത്തിൽ മുഹമ്മദ് സനാൻ ഫൈനൽ ഡിസിഷനിൽ എത്തിയിട്ടുണ്ട്. അനൗൺസ്മെന്റ് ഉടനെ തന്നെ വരും. ക്ലബ്ബ് സനാന് വളരെ മികച്ചതായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നതെന്നാണ് അരിത്ര ഗോസ്വാമിയുടെ അപ്ഡേറ്റ്. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ്. മുംബൈ സിറ്റി FC ആയാലും ഈസ്റ്റ് ബംഗാൾ ആയാലും ജംഷഡ്പൂരിൽ നിന്നും താരത്തിനെ സ്വന്തമാക്കാൻ മുന്നിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ മറക്കുന്നില്ല. ചിലപ്പോൾ അത് മുംബൈ ആയിരിക്കാം, അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ആയിരിക്കാം. പക്ഷേ ഈ ഒരു ഗട്ട് ഫീലിംഗ് വരാൻ കാരണം ഈ ഒരു സനാന്റെ ഡിസിഷൻ എടുത്ത കാര്യം വളരെ പ്രൈവറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അനൗൺസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തങ്ങളുടെ അണിയറയിൽ കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ട്, അതീവ രഹസ്യമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. താരങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, താരങ്ങൾക്ക് പ്രൈവറ്റായിട്ട് മെസ്സേജ് അയച്ചു, നിങ്ങൾ ക്ലബ്ബുകളുമായിട്ട് മറ്റു കോൺട്രാക്റ്റിനൊന്നും പോകണ്ട, ഞങ്ങളുടെ കോൺട്രാക്ട് ലെറ്റർ ഉടനെ വരും എന്ന തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് പ്രത്യേക മെസ്സേജ് അയച്ചു എന്ന് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതും ഇന്നലെ രാത്രിയിലാണ് ആശിഷ് നേഗിയുടെ റിപ്പോർട്ട് വന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ശേഷമാണ് അരിത്രയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നത്. ഇത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ ഈ അരിത്ര ഗോസ്വാമി പറഞ്ഞത് മുഹമ്മദ് സനാൻ തൻ്റെ അടുത്ത ക്ലബ്ബ് ഏതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ അത് പുറത്തേക്ക് പറയുന്നില്ല. 2-3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ 2-3 ദിവസമൊന്നും പറഞ്ഞില്ല, വളരെ വേഗം തന്നെ ആ കാര്യം പുറത്തേക്ക് വരും. താരത്തിന് വളരെ മികച്ചതായിരിക്കും ആ ക്ലബ്ബ് എന്ന് പറയുന്നുണ്ട്. അതേസമയം അതിന് കുറച്ചു മുമ്പ് ആശിഷ് നേഗി പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കെല്ലാം പ്രത്യേക മെസ്സേജ് അയച്ചു കഴിഞ്ഞു. അതായത് തങ്ങൾക്ക് വേണ്ട താരങ്ങൾക്കെല്ലാം മെസ്സേജ് അയച്ചു കഴിഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യുക, നിങ്ങൾ വേറെ ഓഫറിന് വേണ്ടി പോകണ്ട, ഞങ്ങളുടെ കോൺട്രാക്ട് നിങ്ങൾക്ക് ഉടനെ ലഭിക്കും. അപ്പം ബ്ലാസ്റ്റേഴ്സിൽ കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ട് പോവുകയാണ്. മുഹമ്മദ് സനാന്റെ കാര്യത്തിലും അതീവ രഹസ്യമായിട്ട് കാര്യങ്ങൾ തീരുമാനമായി എന്ന് അരിത്ര ഗോസ്വാമി പറയുന്നുണ്ട്. അപ്പോൾ അരിത്ര ഗോസ്വാമിയുടെയും മാർക്കസ് മർഗലോയുടെയും ആശിഷ് നേഗിയുടെയും വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ട്, ഒരു പക്ഷേ സനാൻ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഡീലിൽ എത്തിയിട്ടുണ്ടോ എന്ന് എൻ്റെ ഒരു ഗട്ട് ഫീൽ മാത്രമാണ്. ചിലപ്പം ഈസ്റ്റ് ബംഗാളുമായിട്ടും മുംബൈ സിറ്റി FC ആയിട്ടും ഒക്കെ ഡീലിൽ എത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ്.